ഇപ്പം പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ LDFന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ വിമർശനം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകില്ല, അത് ഇക്കണോമിക്കലി വയബിൾ ആകില്ല, പ്രാക്ടിക്കൽ ആകില്ല, KSRTCയുടെ നടുവൊടിക്കും തുടങ്ങിയ വിമർശനങ്ങളാണ്. പ്രിയദർശിനി പദ്ധതി വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നുണ്ട്. സാമ്പണക്കാലമാണ്. ഇവിടെ സപ്ലൈകോയിൽ ആവശ്യത്തിന് അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. പരാതി എവിടെയും കേട്ടില്ല. അപ്പോ അത്ര കുറച്ച് മാർക്കിടാൻ പോകുന്നതാണോ ഭരണം 100 ദിവസത്തെ? ആ രണ്ട് ചോദ്യവും ഞാൻ അഡ്രസ് ചെയ്യാം ശ്രീമതി മാധു. അതിനു മുമ്പ് 1-2 ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ PMCയുമായി ബന്ധപ്പെട്ട് ശ്രീ രാജു P. നായർ ഇവിടെ നടത്തിയത് വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ കൺവിൻസിംഗ് ആയ ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഭരണത്തിൽ 10 വർഷത്തെ ഭരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പ്രശ്നങ്ങളിൽ കത്തി കൊണ്ടുവന്ന് കഴുത്തിൽ വെച്ചിട്ട് 1300 കോടി രൂപയുടെ SSK ഫണ്ട് വേണോ PMCയിൽ ഉൾപ്പെടു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്റെ വകുപ്പിൽ ഇത്രയും തുക നഷ്ടപ്പെട്ടിട്ട്, അത് SSKയുടെ ഫണ്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധി വരുന്നതാണ്, അദ്ദേഹം അത്തരമൊരു നിലപാടിലേക്ക് പോയത്. എന്നാൽ LDF ചർച്ച ചെയ്തു, CPM ചർച്ച ചെയ്തു, തുടരണ്ടാൻ തീരുമാനിച്ചു. ഞാൻ ഈ തലേന്ന് പറഞ്ഞത് അടുത്ത ദിവസം മാറ്റി പറയത്തില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പിണറായി വിജയനെ കുറിച്ച് നടത്തുമ്പോഴും പിണറായി വിജയനോട് വിയോജിപ്പുള്ളവർ പോലും പറഞ്ഞത് മാറ്റി പറയുന്ന ആളല്ല പിണറായി എന്നുള്ളതാ. ഞാൻ P. നായർ ചർച്ചയിൽ സാറ് ഇടയ്ക്ക് ഇടപെടാറുണ്ട്. ഒറ്റ ചോദ്യം, പണം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണോ PMC ഒപ്പുവെച്ചത്? തർക്കമില്ലല്ലോ അക്കാര്യത്തിൽ. NEPക്ക് എന്താ കുഴപ്പമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നിലപാട് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞതോ? ഇല്ല, വി ശിവൻകുട്ടിയുടെ ആ നിലപാടിനോട് ഒരു യോജിപ്പുമില്ല CPM-നും LDF-നും. അതൊരു മന്ത്രി എന്നുള്ള അദ്ദേഹം പറഞ്ഞ അഭിപ്രായം NEPക്ക് കുഴപ്പം തന്നെയാണ്. പറയേണ്ടത് CPM-ന്റെ നിലപാടാണ്. അല്ല, അതല്ലേ പറഞ്ഞത്. എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ LDF-ന്റെയും CPM-ന്റെയും അല്ലാത്ത അദ്ദേഹം പണം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യം, അതിന്റെ ഡെഫിനിഷൻ അദ്ദേഹം പോയില്ല. NEPയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. ഞാനിപ്പോ ഒരു ബുക്കാണ് NEPയുടെ പേപ്പർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നത്, NEPക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നും പറഞ്ഞു. അത് CPM-ന്റെ നിലപാടല്ല എങ്കിൽ CPM അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ CPM-ന്റെ കമ്മിറ്റിക്കകത്തൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം തരാം. ബ്രേക്കിംഗ് ആണ്. NEPയുമായി ബന്ധപ്പെട്ട് ഈ വി ശിവൻകുട്ടിയോട് CPM കമ്മിറ്റിയിൽ വിശദീകരണം ചോദിച്ചു എന്ന് PK ഗോപൻ ഉത്തരവാദിത്തത്തോടെയാണോ പറയുന്നത്? ഇല്ല, അത് കമ്മിറ്റിക്കകത്ത് കിടക്കുന്ന ചർച്ചയാ. അക്കാര്യത്തിലെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി ചർച്ച നടന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി. ഞാൻ ഇതിന്റെ സമയം കളയല്ലേ, എന്റെ സമയം കളയല്ലേ. ഞാൻ ഇതൊന്ന് വിശദീകരിച്ചോട്ടെ. എനിക്ക് അതിൽ വി ശിവൻകുട്ടിയുടെ സിൻസിയറിറ്റിയെ കുറിച്ച് കൂടി ഞാൻ പറയാം, ആത്മാർത്ഥതയെ കുറിച്ച് കൂടി ഒരു പോയിന്റ് പറയാം ഞാൻ. കാരണം ഇനിയിപ്പോ ഗോപൻ പറഞ്ഞത്, കാരണം മാധുരിട്ട ചോദിച്ച ചോദ്യം തന്നെ ഗോപന്റെ എന്താന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി അതിനകത്തേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ ഗോപൻ ഈ പറയുന്ന മറ്റേ സിൽവർ ലൈൻ ട്രെയിനിലാണോ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഗോപന് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സിൽവർ ലൈൻ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഗോപനോട് അസൂയുണ്ട്. പിണറായി ഉണ്ടാക്കിയ സിൽവർ ലൈനിലാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് അസൂയുണ്ട്. എനിക്കത് കയറാൻ സാധിക്കാത്തതുകൊണ്ട്. അത് മാത്രമല്ലോ, ഒരു ഇൻവെസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു, ഓർമ്മയില്ലേ? P. രാജീവ് എന്റെ മുറിയിലേക്ക് ഒരു ഇൻവെസ്റ്ററെ കൂട്ടി വന്നു. എന്നിട്ട് പറഞ്ഞു 3 ലക്ഷം കോടി രൂപ, ചെറിയൊന്നും അല്ല കേട്ടോ, 3 ലക്ഷം കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം പിണറായി ഭരിക്കുന്നത് കൊണ്ട് സമാധാനമുണ്ട്. കേരളത്തിന്റെ ബജറ്റ് എത്രയാ മാധു? ഞാൻ ഇനി അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ആ പേര് വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ VC-മാരുടെ കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മറ്റേ നിങ്ങൾ പാറ്റകളാണോ എന്ന് ചോദിച്ചൊരു VC ഇല്ലേ, പാറ്റകളാണോ എന്ന് ചോദിച്ച് നാണം കെട്ടുപോയൊരു VC ഇല്ലേ, ഈ പിണറായി സർക്കാർ കൊണ്ടുപോയി ഇരുത്തിയതാണ് കേരളത്തിന്റെ ആരോഗ്യ സർവകലാശാലയിൽ. എന്നിട്ട് നാണമുണ്ടോ ഇനിയും വന്നത് പറയാനായിട്ട്? പ്രശ്നം മാധു എന്താ അറിയോ, 100 ദിവസം കൊണ്ട് ഞങ്ങൾ വിപ്ലവം സൃഷ്ടിച്ചെന്നൊന്നും പറയുന്നില്ല. പക്ഷെ 100 ദിവസം കൊണ്ട് കേരളം മാറ്റത്തിലേക്കാണെന്നുള്ള വലിയ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ പ്രിയദർശിനി പദ്ധതിയിൽ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഹാപ്പിയാണല്ലോ, സംശയമില്ലല്ലോ. ഇപ്പൊ പല ആൾക്കാരും അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞ പൈസ അവരെടുത്ത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇടുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഏകദേശം മുഴുവൻ സാമൂഹിക പെൻഷൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളത് കൊടുത്തു കഴിഞ്ഞു. ഓണത്തിന് മുമ്പ് അവർക്ക് ചെലവാക്കാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ ഒരു സമരവും ഇല്ല. സമരം ഉണ്ടായിരുന്ന അവസാനത്തെ കലാകായിക അധ്യാപകരെ വരെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ച് അവരെയും ഓണം ആഘോഷിക്കാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു. കേരളത്തിലെ അംഗൻവാടി, ആശ മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ ആൾക്കാർക്ക് കിട്ടി. പെരുമ്പാവൂർ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഓണനാളിൽ അവിടെ നടന്ന അക്രമം പോലീസ് ജീപ്പ് ഉൾപ്പെടെ കത്തിച്ചത്. എന്താ ഇപ്പൊ പെരുമ്പാവൂർ? ലോകത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായി. ഇന്നിപ്പോ സദേൺ സ്റ്റേറ്റ്സ് മുഴുവൻ
ഒരു കൺസോർഷ്യം പോലെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും അഭിമാനപരമായ നേട്ടം മുന്നോട്ടുണ്ട്. എന്താ ഇവിടെ നേരത്തെ പോലീസ് ഇല്ലാതിട്ടായിരുന്നോ, എക്സൈസ് ഇല്ലാതിരുന്നിട്ടാണോ, ലഹരി ഇല്ലാതിരുന്നിട്ടാണോ? ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വന്നപ്പോൾ അടിച്ചമർത്തേണ്ട അടുത്ത് അടിച്ചമർത്തുക, അതിന് മറ്റ് അവയർനെസ് കൊടുക്കേണ്ടടുത്ത് അവയർനെസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ തീരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ നാളത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന മാരിടൈം രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. മിഷൻ സമുദ്ര തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി കേരളത്തിന്റെ അവസരങ്ങൾ കിടക്കുന്നത് ഈ മാരിടൈം രംഗത്താണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എല്ലാം ഇന്ന് ഞങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞു. സാമൂഹിക സുരക്ഷയ്ക്ക് കൊടുക്കുന്ന പെൻഷൻ എങ്ങനെയാണ് സംസ്ഥാനത്തിന് ഗുണകരമായി മാറ്റേണ്ടത് എന്ന് ഇനിയൊരു ടെക്സ്റ്റ് ബുക്ക് കേസാണ്. ഇവർ പറഞ്ഞല്ലോ, ഹൈക്കോടതി പോയിട്ട് ഇവർ പറഞ്ഞല്ലോ, ഇത് ഒന്നും അവകാശമല്ല, ഞങ്ങൾ കൊടുക്കുന്ന സഹായം മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളതല്ല, അവരുടെ ആദരവും അവർക്ക് കൊടുക്കുന്ന ബഹുമാനമാണെന്ന് മാത്രമല്ല, ആ പണം കൊടുക്കുന്നത് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. തിരിച്ച് ഈ സർക്കാരിലേക്ക് തന്നെ ഗുണകരമായി മാറുന്ന സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. റിപ്പോർട്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളെല്ലാം സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുന്നവരാണല്ലോ. മറ്റു വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പലപ്പോഴും വ്യാജങ്ങളായി പോലും വിമർശിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരൊറ്റ സപ്ലൈകോയിൽ സാധനമില്ലാത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ? കഴിഞ്ഞില്ല. ഇല്ലാത്തത് റിപ്പോർട്ട് ചെയ്യണോ? ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഈ ചർച്ചയിൽ പി കെ ഗോപനോട് ചോദിച്ചത്. എനിക്കറിയാം. അതെ, അതാണ് പറഞ്ഞത്. ഒരൊറ്റ സപ്ലൈകോ സ്റ്റോറിൽ പോലും സാധനമില്ലാതിരുന്നില്ല. എല്ലായിടത്തും 9% ഉണ്ടായിരുന്ന എനിക്ക് 9% ഉണ്ടായിരുന്ന കേരളത്തിലെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും ഗുണപരമായ തീരുമാനങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ അനാവശ്യമായ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരി, ഇപ്പം അഭിനന്ദിക്കുന്നു ഇത്തവണത്തെ ഈ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നയം എന്താണോ അതിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് സംസ്ഥാനത്ത് കഴിഞ്ഞു. അത് പാടിയോ ഇല്ലയോ എന്നുള്ളതല്ല, കോൺഗ്രസിന്റെ നയം എന്താണോ അതിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സംസ്ഥാനത്ത്. പക്ഷേ അതിൽ പരിപാടികളിൽ ആ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്നുള്ളത് തന്നെയാണ്. സർക്കാർ പരിപാടികൾ പൂർണ്ണമായിട്ട് ആലപിച്ചില്ലെങ്കിൽ അത് കേസിലേക്ക് പോകാം. അതേസമയം വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കി. കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണല്ലോ വന്ദേമാതരം പൂർണ്ണമായി പാടുന്നുള്ളത്. ആ വന്ദേമാതരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ അറിയോ, ഇവിടെ കേന്ദ്ര സർക്കാരിനോട് പോയിട്ട് മത്സരത്തിനില്ല അല്ലെങ്കിൽ വഴക്കിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടത് മുഴുവൻ ഇരവാദമാണ്. ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രത്തോടുള്ള ഇരവാദം കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷെ കഴിഞ്ഞ 100 ദിവസം തെളിയിച്ചത് എന്താണെന്നറിയോ? ഇരവാദമില്ലാതെ ഈ സംസ്ഥാനത്തിന് ഒറ്റക്കാലിൽ ഉയർന്നു നിൽക്കാൻ കഴിയും, ഒരുമിച്ച് നിൽക്കാൻ പറ്റും. നോക്കൂ, ഒറ്റ കാര്യം മാധു ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. എങ്ങനെയാണ് അത് സാധിച്ചത്? മാധു ഇന്ന് ഇവിടെ നിന്ന് ഹൈവേയിൽ കൂടി ഒന്ന് യാത്ര ചെയ്യുന്നുണ്ടാവുമല്ലോ, എനിക്ക് ഉറപ്പാണ്. ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്ത ആളാണ്. ഇന്ന് ഹൈവേകളിലും സംസ്ഥാനത്തെ പാതകളിലുമെല്ലാം GSTയുടെ ഇന്റലിജൻസിന്റെ ജീപ്പും അവിടെ പരിശോധന നടക്കുന്നത് കാണാം. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കണ്ടിട്ടില്ല. യഥേഷ്ടം നടന്ന നികുതി വെട്ടിപ്പ് ഞങ്ങൾ അടച്ചുകൊണ്ട് പുതുതായിട്ട് ഞങ്ങൾ നികുതി പിരിവ് കാര്യക്ഷമമാക്കിയാണ്. സ്വർണത്തിന് എതിരായിട്ടുള്ള ഞങ്ങൾ നടപടികൾ തുടങ്ങി. ഏകദേശം 3 കോടി രൂപയോളം അതിനകത്ത് പിരിവ് കഴിഞ്ഞു. അത് കൂടുതൽ ഊർജിതമായി പോകാൻ പോവുകയാണ്. കഴിവുകേട് മറച്ചു വെച്ചുകൊണ്ട് ഇരവാദം പറഞ്ഞ് ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച 10 വർഷത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ മാറ്റമാണ് 100 ദിവസം. ശ്രീ രാജു പിന്നാർ. പക്ഷേ